കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ ഇസയും അവളുടെ മകൻ ഷൗഷിയെയാണ് കാണിക്കുന്നത്. അവൻ്റെ ആരോഗ്യം വളരെ മോശമായതിനാൽ ഒരു പരിശോധനയ്ക്കായി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ചെക്കപ്പ് ചെയ്ത ഡോക്ടർ ഷൗഷിക്ക് ഒരു അസുഖമുണ്ടെന്ന് കണ്ടെത്തുകയാണ്. ഈ രോഗം ഒരു ജനിത രോഗമാണ്, അതിനാൽ ഇതിന് ചികിത്സയില്ല. എന്നിട്ട് ഡോക്ടർ ഇസയോട് ഷൗഷിയുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നു. സത്യത്തിൽ ഷൗഷിയുടെ അച്ഛൻ ആരാണെന്ന് അവൾക്കറിയില്ല. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഇസ അമിതമായി മദ്യപിച്ച് അറിയാതെ അവൾ ഒരാളുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ കിടന്നിരുന്ന ഒരുത്തനുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പെടുന്നു. അപ്പോഴാണ് അയാളുടെ തലയിൽ 2 കൊമ്പുകൾ ഉണ്ടെന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. അത് മറ്റ് ആരുമല്ലായിരിക്കും, ഹീറോയായ വാങ്ങാണ്. വാങ് ഒരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ചെന്നായയാണ്. അടുത്ത ദിവസം ഇസ ഉണരുമ്പോൾ അവളുടെ മുത്തശ്ശിയുടെ ആരോഗ്യം വളരെ മോശമാണെന്ന് പറഞ്ഞ് ഒരു കോള് വന്നതിനാൽ അവൾ വേഗം പോവുകയാണ്. അന്ന് രാത്രി ആർക്കൊപ്പമാണെന്ന് അറിയാത്തതിനാൽ ഒരു ജനിതക പരിശോധന നടത്തിയാൽ രോഗത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ. ആ പരിശോധനയ്ക്ക് ഏകദേശം 30 ലക്ഷം വേണ്ടിവരുമെന്ന് ഡോക്ടർ പറയുമ്പോൾ അത്രയും പണം എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇസ വിഷമിച്ചിരിക്കുമ്പോൾ ഷൗഷി അമ്മയോട് എനിക്ക് ആ ചികിത്സ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചെങ്കിലും നീ ഇതെല്ലാം ഓർത്ത് വിഷമിക്കേണ്ടതില്ല, എങ്ങനെയെങ്കിലും രോഗത്തെക്കുറിച്ച് കണ്ടെത്തണമെന്ന് അമ്മ പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം ഇവിടെ ഇസ ഷൗഷിയുടെ അച്ഛൻ ആരാണ്, എവിടെയായിരിക്കും എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് മിസ്റ്റർ വാങ്ങിനെ കാണിക്കുന്നു. ധനികനും സ്വാധീനമുള്ളതുമായ വാങ് ലോകത്തിലെ ചെന്നായ്ക്കൾക്കിടയിലെ ഭരണാധികാരിയാണ്. വാങ് മൂപ്പന്മാർക്ക് വാങ്ങിനെ വേഗം വിവാഹം കഴിപ്പിക്കണമെന്ന് അസിസ്റ്റന്റ് പറയുന്നു. എന്നാലും ഇപ്പോഴും വാങ് 5 വർഷം മുമ്പ് അവളുടെ പെട്ടെന്നുള്ള വേർപാട് അവൻ്റെ ഹൃദയം തകർക്കുകയും ചെയ്തിരുന്നു. അന്ന് രാത്രി ചെലവഴിച്ച സ്ത്രീയെക്കുറിച്ച് കണ്ടെത്തി അടുക്കൽ കൊണ്ടുവരാമെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ വാങ് വളരെ ദേഷ്യപ്പെടുകയും അവളെക്കുറിച്ച് കേൾക്കുന്ന തന്നെ വെറുപ്പാണ്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ വാങ് രാവിലെ ഉണരുമ്പോൾ ജീവിതകാലം മുഴുവൻ തനിക്കൊരു ഇണയെ കണ്ടെത്തി എന്നൊരു സന്തോഷമുണ്ടായി. പക്ഷേ അവൾ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് ഓടിപ്പോയി. പോരാത്തേന് അവളുടെ മുഖം വ്യക്തമായി അവന് കാണാനേ സാധിച്ചില്ല. ഇവിടെ ഷൗഷി ഇസയോട് എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം ഇല്ലായിരുന്നെന്ന് പറയുമ്പോൾ അവൾ ഒരു കാര്യം ഓർക്കുകയാണ്. അവൾക്ക് എന്ന് പറയാൻ മുത്തശ്ശി മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാൽ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷമാണ് തനിക്കെന്ന് പറയാൻ ആരുമില്ലെന്നിരിക്കുമ്പോഴാണ് അവൾ ഗർഭിണിയാണെന്നറിയുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. കുഞ്ഞ് ജനിച്ചതോടെ അവളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകും വഴി കൂടെ അവർക്ക് ഓപ്പോസിറ്റ് സൈഡായി വാങ് കാറിൽ പോകുന്നു. അപ്പോൾ സ്വന്തം രക്തമായ മകന്റെ മണം കിട്ടുകയും കാറിൽ നിർത്തി നോക്കുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. അപ്പോൾ അസിസ്റ്റന്റ് തമാശയ്ക്ക് ഒറ്റ രാത്രിയിൽ ഒരു സ്ത്രീക്കൊപ്പം ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് കരുതി അവൾ ഗർഭിണിയായിരിക്കുമെന്നും നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോൾ യാദൃച്ഛികമായി വാങ്ങിന്റെ പാലസിൽ നിന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ ആഘോഷ ഒരുക്കങ്ങൾക്കായി പണിക്ക് ആളെ വേണമെന്ന് പറഞ്ഞ് കോൾ വരികയാണ്. മകന്റെ ചികിത്സ ചെലവുകൾ വഹിക്കാൻ ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നതെന്ന പ്രതീക്ഷയിൽ അവൾ അതിന് സമ്മതിക്കുന്നു. ശേഷം ഇസ എസ്റ്റേറ്റിലെത്തിയപ്പോൾ അവിടെ ഒരു ലേഡി കാണും. അവളുടെ പേരാണ് ഒലിവിയ. അവളെ കാണുമ്പോൾ അവൾക്ക് വിചിത്രമായിട്ടാണ് തോന്നുന്നത്. ഇസ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞ് ഒലിവിയ അവളെ ഓടിക്കുമ്പോൾ വാങ് വരുന്നു. വാങ്ങിനെ കാണുമ്പോൾ എവിടെയോ കണ്ടതുപോലെ ഇസയ്ക്ക് തോന്നുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല. വാങ് വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി പാചകക്കാരന് എത്താൻ കഴിഞ്ഞില്ല, പകരം ഇവരെയാണ് അയച്ചത്. പക്ഷേ ഇവളൊരു മനുഷ്യ സ്ത്രീയാണെന്നറിഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞയക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൾ ഞാൻ ആരെയും ശല്യപ്പെടുത്താനല്ല വന്നത്, എന്നെ വിളിച്ചത് കൊണ്ടാണ് വന്നെന്ന് പറയുന്നു. അപ്പോഴാണ് 5 വർഷം മുന്നേ കണ്ട ഇവളാണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഇസയെ പുറത്താക്കാനായി കൈപിടിച്ച് മാറ്റുമ്പോൾ വാങ് അസിസ്റ്റന്റ് തടഞ്ഞ് അവളുടെ കൈപിടിച്ച് വിവാഹം കഴിച്ചതാണെന്ന് നോക്കുന്നു. എന്നാൽ ഇസ ആശയക്കുഴപ്പത്തിലാകുകയും വേഗം അവളുടെ കൈ വലിച്ചു അവൾ തന്നെ പൂർണ്ണമായി മറന്നെന്ന് അവന് മനസ്സിലായതിനാൽ വാങ് നിരാശയോടെ പോയി. വാങ് പോയതിനു ശേഷം ആ ലേഡി ഇനി ഇവളെ എന്താ ചെയ്യുക എന്ന് അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ തൽക്കാലം ഇവളെ ഇവിടെ നിർത്താനായി പറഞ്ഞ് അസിസ്റ്റന്റ് പോകുന്നു. ശേഷം ഇന്ന് രാത്രി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അവൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഷൗഷിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീറ്റ് കാണുന്നു. ഇവിടെ വാങ് അമിതമായി മദ്യപിക്കുന്നതിനാൽ അവന്റെ പൂർണ്ണമായ ചെന്നായുടെ രൂപം ദൃശ്യമായതോടെ അസിസ്റ്റന്റ് വാങ് കുടിക്കുന്നത് തടഞ്ഞ് ഇന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ്, എന്തിനാണ് നിങ്ങൾ ഇത്രയധികം കുടിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇസയെ കുറിച്ച് വാങ് ചോദിക്കുമ്പോൾ അവൾ പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ്. ബാലൻസ് വന്ന ഫുഡൊക്കെ കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിച്ച് എന്ന് പറഞ്ഞപ്പോൾ വാങ് അവളെ വിളിക്കാനായി പറഞ്ഞു. എന്നിട്ട് എന്തിനാണ് ഈ ഭക്ഷണമെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വാങ് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ 4 വയസ്സുള്ള ഒരു മകനുണ്ട്, അവന് ഈ ഭക്ഷണമെല്ലാം വളരെ ഇഷ്ടമാണ്,
അവൻ ചെറുതാണെങ്കിലും അവൻ്റെ വിശപ്പ് വളരെ വലുതാണ്. ഇത് കേട്ട മിസ്റ്റർ വാങ് ഞെട്ടിപ്പോവുകയും, മകന് 4 വയസ്സുണ്ടെങ്കിൽ ഞങ്ങൾ 5 വർഷം മുമ്പ് ഒരു രാത്രി ഒരുമിച്ച് ചെലവഴിച്ചു. അപ്പോൾ അത് തൻ്റെ മകനായിരിക്കുമെന്ന് കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ അവിവാഹിതയാണെന്നും ഒരു കുഞ്ഞുണ്ടെന്നും മിസ്റ്റർ വാങ് അറിഞ്ഞാൽ അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കുമെന്ന് അവൾ ഭയപ്പെട്ട് മകനെ പോലെ ഒരു നായയാണെന്ന് വാങ്ങിനോട് പറയുന്നു. അന്നേരം ഇസയുടെ അമ്മായി വിളിച്ച് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായി ആവശ്യപ്പെട്ടു. എന്നാൽ ലിസ അതിനെ വിസമ്മതിക്കുകയും ഫോൺ കട്ട് ചെയ്യുന്നു. അത് കേട്ട് വാങ്ങിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് എൻ്റെ ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ അടുത്ത തവണ എന്നെ വിളിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കാർഡ് കൊടുത്തിട്ട് പോകുന്നു. ഇവിടെ ഇവൾ മകന് ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവരുമ്പോൾ അകത്ത് മകനെ നോക്കാൻ ഏൽപ്പിച്ച ആൻറ്റിയെ കടിക്കുകയായിരിക്കും. ഇസയെ കണ്ട് ആൻറ്റി, നിന്റെ മകൻ എന്നെ പട്ടിയെ പോലെ കടിച്ചു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാണ്. ഇവനെ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരുത്തരെ കെട്ടാനായി പറയുമ്പോൾ ദേഷ്യം വന്ന ഇസ അവരെ പുറത്താക്കുന്നു. പെട്ടെന്ന് ഷൗഷിക്ക് പല്ല് വേദനിക്കുകയും നോക്കുമ്പോൾ ചെന്നായ പോലെ 2 വശത്തും കൂർത്ത പല്ല് കാണുന്നു. പേടിച്ചു പോയ ഷൗഷിയെ കെട്ടിപ്പിടിച്ച്, നീ എൻ്റെ മകനാണ്, നീ ഒരു ഭീകരനല്ല. എന്നാൽ ഇവിടെ വാങ് അവളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൾക്ക് ഇന്നൊരു ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ടായിരുന്നല്ലോ. അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് വാങ് വന്നത്. അപ്പോൾ വീണ്ടും വാങ്ങിന് തൻ്റെ കുഞ്ഞിൻ്റെ മണം കിട്ടിയ ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ മണത്ത് ചെല്ലുന്നത് ഇസയുടെ വീടിന് മുന്നിൽ. എന്നാൽ എത്ര കൊട്ടിയിട്ടും ഇസ വാതിൽ തുറന്നതേയില്ല. അതുകൊണ്ട് വാങ് പൂട്ടുപൊളിച്ച് അകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും ഇസ മകനെ ഒരിടത്ത് ഒളിപ്പിച്ച് വെച്ച് നൈറ്റ് ഡ്രസ്സ് മാത്രം ധരിച്ച് പുറത്തേക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെയെന്ന്? നീ ഒറ്റയ്ക്കാണോ അതോ നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വാങ് ചോദിക്കുമ്പോൾ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എന്താ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ജോലി ചെയ്ത ഫണ്ട് തരാനായി പറഞ്ഞ് അവൻ ഫണ്ട് കൊടുത്തിട്ട് പോകുന്നു. വാങ് പോയതിനു ശേഷം മകനെ ഒളിപ്പിച്ചെടുത്ത് നോക്കുമ്പോൾ മകനെ കാണുന്നില്ല. അപ്പോൾ അവൾക്ക് അമ്മായി കോൾ ചെയ്ത് ക്യാഷിന് വേണ്ടി മകൻ തൻ്റെ അടുത്തുണ്ട്, ഇവനെ ലാബിൽ കൊണ്ടുപോയി പരീക്ഷണം നടത്താൻ വേണ്ടിയാണ്, ഇവനൊരു കുട്ടി മോൺസ്റ്ററാണെന്ന് പറയുന്നു. തക്ക സമയം ഇസ ഷൗഷിയെ രക്ഷിക്കാനായി എത്തുകയും എന്നിരുന്നാലും ഡോക്ടേഴ്സ് അവനെ ഇസയ്ക്ക് വിടാതെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ഷൗഷിയുടെ കൈ ചെന്നായ പോലെ ആകാൻ തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ എല്ലാവരും പേടിക്കുകയാണ്. പക്ഷേ ഇസയ്ക്ക് യാതൊരുവിധ പേടിയുമില്ല. അവൾ ഷൗഷിയെ കെട്ടിപ്പിടിച്ച്, നീ ഒരു ഭീകരനല്ല, നീ എപ്പോഴും എൻ്റെ മകനായിരിക്കും. ഇവിടെ വാങ്ങ് തിരിച്ചു പോകുമ്പോൾ അവന് ചെറിയ ഡൗട്ട് വരികയും, ഇസ പറഞ്ഞത് വീട്ടിലൊരു പട്ടിയുണ്ടല്ലേ, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ആ പട്ടിയെ കാണാത്തോണ്ട് ഇസ എന്തോ മറിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അവളുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഇസ തൊട്ടടുത്ത് ലാബിനടുത്തായി കാണുന്നു. ഇവിടെ ഷൗഷിയെ ഡോക്ടേഴ്സ് കൂടി ലാബിലേക്ക് കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് ടൈമിൽ വാങ് വരികയാണ്. ഇസ വാങ്ങിനോട് ഡോക്ടറിൽ നിന്ന് തന്റെ മകനെ രക്ഷിക്കാനായി പറയുന്നു. ഇവിടെ ഡോക്ടർ അവനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്നെ വാങ് ചെന്നായായി മാറി നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ഷൗഷിയെ രക്ഷിക്കുന്നു. വാങ്ങിന്റെ കൈകൾ കണ്ട ഇസ തന്റെ മകന്റെ കൈകൾ പോലെയാണല്ലോ എന്ന് കരുതി, തന്റെ മകനുള്ള അതേ രോഗം നിങ്ങൾക്കുമുണ്ടോ? നിങ്ങളുടെ മകന് ഒരു രോഗമില്ല, അവനൊരു ചെന്നായാണ്, നിങ്ങൾ അവന് തണുത്ത വെള്ളം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് വാങ് കുറച്ച് തണുത്ത വെള്ളം കുടിക്കുന്നു. ഷൗഷി പൂർണ്ണമായി സുഖപ്പെടുന്നു. ഇത് കണ്ട ഇസയ്ക്ക് സന്തോഷമാവുകയും അപ്പോൾ ഒരു ഡോക്ടർ വന്ന് ചെന്നായയുടെ കുട്ടിയാണെന്ന് കേൾക്കുമ്പോൾ വാങ് അസിസ്റ്റന്റ് അയാളെ തീർക്കാനായി പറയുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത്, 5 വർഷം മുന്നേ ഞാൻ അടുപ്പത്തിലായ ആൾ ചെന്നായാണെന്ന്. പക്ഷേ അത് വാങ്ങാണെന്ന് അറിയില്ല. അവളന്ന് ഒരുപാട് കുടിച്ചിരുന്നു. അപ്പോൾ ഷൗഷി വാങ്ങിനോട്, നിങ്ങളാണോ എൻ്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് വാങ് പറയാനായി വന്നതും ഇസ, മിസ്റ്റർ വാങ് എങ്ങനെ നിന്റെ അച്ഛനാകും? അപ്പോഴേക്കും അസിസ്റ്റന്റ് വന്ന്, മിസ്റ്റർ വാങ്ങാണ് നിന്റെ അച്ഛനെന്ന് പറയുന്നു. അങ്ങനെ തന്റെ മകന്റെ അച്ഛൻ വാങ്ങാണെന്ന് ഇസ അറിയുകയും മകനെ കണ്ടെത്തിയ വാങ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം വാങ് ഇസയെക്കുറിച്ച് അന്വേഷിക്കാനായി അസിസ്റ്റന്റ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഇസയെക്കുറിച്ച് കിട്ടിയ വിവരങ്ങൾ 5 വർഷമായി ആരുമായി പ്രണയത്തിലായിരുന്നില്ല എന്ന് കേൾക്കുമ്പോൾ വാങ്ങിന് സന്തോഷമാകുന്നു. എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ 2 കുട്ടികൾ അവൾക്ക് പ്രണയലേഖനങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ മിസ്റ്റർ വാങ്ങിന് അസൂയ തോന്നുമെങ്കിലും അത് വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം എടുത്തില്ല. 2 വർഷത്തിന് ശേഷം അവൾ തന്റെ ചിത്രങ്ങൾ കുറച്ച് വിവാഹിതരായ പുരുഷന്മാർക്ക് അയച്ചെന്ന് കേൾക്കുന്നു. അതിലൂടെ പണം ലഭിച്ചെന്ന് പറയുന്നു. അത് കേട്ട മിസ്റ്റർ വാങ്ങിന് വളരെ ദേഷ്യപ്പെടുന്നു. കാണുമ്പോൾ നല്ല പെൺകുട്ടിയാണെന്ന് തോന്നും, പക്ഷേ അവളുടെ കയ്യിലിരിപ്പ് ഇത്ര മോശമാണെന്ന് അറിയുമ്പോൾ അവളിൽ നിന്ന് അകലം പാലിക്കണമെന്ന് അയാൾ ചിന്തിച്ചു. അപ്പോൾ അവിടേക്ക് ഇസ മകനെ കൂട്ടി വരുമ്പോൾ, തന്റെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ 2 പേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ സ്വകാര്യ ജീവിതം എന്റെ മകന്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് വാങ് ഇസയെ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് രാത്രി ഇസയുടെ കസിൻ വിളിച്ച്, നിങ്ങൾ കാരണമാണ് എൻ്റെ അമ്മയുടെ ആരോഗ്യം ഇത്രയും വഷളായി, പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ പോലീസിൽ കൈമാറിയതെന്ന് ചോദിക്കുമ്പോഴാണ്, നിന്റെ അമ്മ എൻ്റെ മകനെ പരീക്ഷണം നടത്താൻ ലാബിൽ കൊണ്ടുപോയെന്നും ഇസയുടെ സ്വകാര്യ ഫോട്ടോകൾ മറ്റൊരു പുരുഷന്മാർക്ക് അയച്ചതും ഇസയുടെ പേരിൽ മറ്റ് ആൺകുട്ടികൾക്ക് പ്രണയലേഖനങ്ങൾ അയച്ചതും ഇസയായിരിക്കില്ല, അതെല്ലാം ആൻറ്റിയും ആൻറ്റിയുടെ മകൻ കൂടി ചേർന്ന് അയക്കും ചെയ്തത്. അടുത്ത ദിവസം ഷോഷി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് കുറച്ച് ചെന്നായ മനുഷ്യർ അവനെ എടുത്തു നോക്കുമ്പോൾ ഇസ പെട്ടെന്ന് വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ എന്ന ചെന്നായ ഇസയോട് അടുപ്പം കാണിക്കുകയും അവൾ
അവളുടെ കൈ പിടിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ വാങ് ഇത് കാണുകയും ഇസ ലെവിയുടെ കൈ പിടിച്ചതിനാൽ അവർ രണ്ടുപേരും അടുപ്പത്തിലായിരിക്കുമോ എന്ന് വാങ് ചിന്തിക്കുന്നു. ശേഷം ഇസ ഷൗഷിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായി അടുക്കളയിലേക്ക് വരുമ്പോൾ ഒലിവിയ ചെന്നായ്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഒന്നുമില്ല എന്ന് ഒലിവിയ പറയുമ്പോൾ ഇസ മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുന്നു. അതിനുള്ള ചേരുവകളില്ല എന്ന് പറയുമ്പോൾ ഷൗഷി സാരമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തിരിഞ്ഞു പോകുമ്പോൾ 10 മണിയായാൽ ഷൗഷിയെ തണുത്തുള്ളത്തിൽ കുളിപ്പിക്കണം, അവിടേക്ക് മനുഷ്യർക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ ഇസയ്ക്ക് മകനെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ല. തന്റെ മകന് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ഷൗഷിയെ ഇസ ഒലിവിയയ്ക്കൊപ്പം അയക്കുകയാണ്. എന്നാൽ ഒലിവിയ ഇസയോടും ഷൗഷിയോടുമുള്ള ദേഷ്യ കാരണം ബലമായി തണുത്ത വെള്ളത്തിൽ മുക്കുകയാണ്. എന്നാൽ തണുപ്പ് കാരണം ഷൗഷി കൂടുതൽ അവിടെ നിൽക്കാത്തതിനാൽ ഒലിവിയ അത്രയും തണുത്ത വെള്ളത്തിൽ മുക്കുന്നു. കറക്റ്റ് ടൈമിൽ ഇസ അവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അവളുടെ മകനെ മുക്കിക്കൊല്ലുന്നതാണ്. വേഗം ഒലിവിയെ തള്ളി മാറ്റി നീ എന്റെ മകനെ കൊല്ലാൻ വേണ്ടിയാണോ നോക്കിയത് എന്ന് പറഞ്ഞ് മകനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം ഷൗഷിയെ കിടത്തിയിട്ട് ഇസ നേരെ ഒലിവിയയുടെ അടുത്തേക്ക് പോയി എന്റെ മകനെ തൊട്ടാൽ നീ വിവരം അറിയും എന്ന് പറഞ്ഞ് അവൾക്കൊരടി കൊടുക്കുകയാണ്. അപ്പോൾ ഒലിവിയയുടെ യഥാർത്ഥ സ്വഭാവം വരുമ്പോഴേക്കും അവിടേക്ക് വാങ് എത്തുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് ചോദിക്കുന്നു. വാങ്ങിനെ കാണുമ്പോൾ ഒലിവിയ ഇവളെന്നെ കൊല്ലാനായി ശ്രമിച്ചു എന്ന് നുണ പറയുമ്പോൾ വാങ് ഇസയോട് എന്താണ് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എനിക്കും എന്റെ മകന് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ആരെങ്കിലും അവനെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു ഇടം വേണം എന്ന് പറയുമ്പോഴാണ് വാങ് അറിയുന്നത് ഷൗഷിയെ ഒലിവിയ ഉപദ്രവിച്ചെന്നുള്ളത്. പക്ഷേ ചെന്നായ കുഞ്ഞുങ്ങൾക്ക് വലിയ ശ്വാസകോശ ശേഷിയുണ്ട്, അവർ വെള്ളത്തിൽ മുങ്ങിയാലും വെള്ളത്തിൽ നിന്ന് ശ്വാസം കിട്ടുമെന്ന് ഒലിവിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ ഒലിവിയയെ വീണ്ടും അടി കൊടുക്കുന്നു. അത് കാണുന്ന വാങ്ങിന് ഇസ തന്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇസ ഏത് അറ്റം വരെ പോകുമെന്ന് മനസ്സിലാക്കി ഇസയോട് വാങ് ഒലിവിയയ്ക്ക് വേണ്ടി ക്ഷമ പറയുന്നു. ശേഷം വാങ് തന്നെ ഷൗഷിയെ കുളിപ്പിക്കാനായി തണുത്ത വെള്ളം റെഡിയാക്കാനായി അസിസ്റ്റന്റ് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇസ ഒലിവിയ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ചോദിക്കുമ്പോൾ അതെ, വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനുണ്ടല്ലോ എന്ന് വാങ് പറഞ്ഞ് ഷൗഷിയെ എടുക്കുന്നു.